അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. വിഷുവൊക്കെയല്ലേ വരാൻ പോകുന്നത്. നമുക്ക് നല്ല ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അല്പം ഉപ്പ്, ഒരു 3 മൈസൂർ പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത പഴമാണ് കേട്ടോ. ഞാനൊരു 3 എണ്ണം വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് നല്ല ജീരകം ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഒരു 3/4 ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തരിതരിപ്പോടും കൂടിയാ വേണ്ടുന്നതാണെങ്കിൽ അങ്ങനെയും അടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു വിസ്കൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കട്ടകളില്ലാതെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 500 ഗ്രാം ശർക്കര ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിതിങ്ങനെ ഉരുക്കിയെടുക്കാം. ഇപ്പം നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഈ ബാറ്ററിലേക്ക് തന്നെ ചൂടോടും കൂടി അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ഈ ബാറ്റർ നന്നായിട്ട് മിക്സായി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എള്ളും അതുപോലെ തേങ്ങാക്കൊത്ത് വറുത്തിട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സായി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ശർക്കരയും കൂടി അരിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ബാറ്റർ കുറച്ചൊന്ന് ലൂസായി പോയത് കാരണം ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലും കൂടി കുറച്ചുകൂടി ടൈറ്റ് വേണമെങ്കിൽ അതുപോലെ ആക്കിയെടുക്കാം. പക്ഷേ ഈ ബാറ്റർ ഒരു 6 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാ കുഴിയിലേക്കും കുറച്ചായിട്ട് ഗീയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്തി കൊടുത്താൽ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതുപോലെ ബാറ്റർ എടുത്തിട്ട് ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കണ്ട, ഒരു 3/4 ഭാഗം വീതം നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പത്തിൻ്റെ ഉള്ളിൽ വേവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചിട്ടെടുക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇത്ര ചുവന്ന് വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പേ എടുത്തിട്ട് മാറ്റി കൊടുത്താൽ മതിയാവും. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിത് ഓരോ കുഴിയിലായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ കുഴിയിൽ മാത്രമായിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ഉണ്ണിയപ്പാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം.
ഇതിങ്ങനെ കുറച്ച് പൊട്ടി വരില്ല ഇതിൻ്റെ മോൾ ഭാഗമോ, അന്നേരമാണ് നമുക്ക് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ടത്. രാവിലെ ഒരു 12 മണി സമയത്ത് അങ്ങനെ അരി കുതിർത്തി വെച്ചിട്ട് ശേഷം രാത്രി അരച്ചിട്ടാൽ മതിയാവും. ബാറ്റർ ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് നന്നായിട്ട് ഇത് റെഡിയായി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ചുട്ടെടുക്കാം. ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. സ്റ്റോറേജ് കൂടിയത് കാരണം അപ്പത്തിൻ്റെ വീഡിയോ ഞാൻ കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയായത് കാരണം ചെറിയ കുഴിയോ ഇതിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ ഉണ്ണിയപ്പമായിട്ട് ചുട്ടെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.